ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 25 സെപ്റ്റംബർ 2020 വോഡാഫോൺ ഐഡിയയുടെ പേരന്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ടെലികോം സെക്ടറിലെ ഒരു ഗെയിൻറ്റുമായ വോഡാഫോണിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് വന്നിരുന്നു. ഈ പോസിറ്റീവ് ന്യൂസ് ഇതാണ്: ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായി 20,000 കോടി രൂപയുടെ ഒരു റിട്രോ ടാക്സ് കേസിൽ വോഡാഫോണിന് അനുകൂലമായ വിധി സിംഗപ്പൂർ ഇൻ്റർനാഷണൽ കോർട്ടിൽ നിന്നും വന്നു എന്നതാണ് പോസിറ്റീവ് ന്യൂസ്. ഈ ന്യൂസ് വന്നതിന് ശേഷം വോഡാഫോൺ ഐഡിയയുടെ ഷെയർ പ്രൈസിൽ നമ്മൾക്ക് 13% ഹൈക്കാണ് കാണാൻ സാധിച്ചത്. അതായത് വോഡാഫോൺ ഐഡിയയുടെ പേരൻ്റായ വോഡാഫോണിന് ഒരു അനുകൂലമായ വിധി അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടായതുകൊണ്ട് വോഡാഫോണിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ, വോഡാഫോൺ ഐഡിയയ്ക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിശോധിക്കുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. ന്യൂസ് ബേസ്ഡ് പ്രൈസ് ഫ്ലക്ച്വേഷൻ വളരെയേറെ കാണാൻ കഴിയുന്ന ഒരു സ്റ്റോക്കാണ് വോഡാഫോൺ ഐഡിയ. കാരണം വോഡാഫോൺ ഐഡിയയുടെ AGR ഹിയറിംഗ് സമയത്തും അതുപോലെ തന്നെ സ്റ്റോക്കിൽ ആമസോൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന വാർത്ത വന്ന സമയത്തുമൊക്കെ ഈ സ്റ്റോക്കിൽ ഉണ്ടായ പ്രൈസ് ഫ്ലക്ച്വേഷൻ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലോ അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ ബാലൻസ് ഷീറ്റോ അനലൈസ് ചെയ്യാതെ ഈ പ്രൈസ്, ലോവർ പ്രൈസ്, അതോടൊപ്പം തന്നെ ഹൈക്ക് അല്ലെങ്കിൽ ഫ്ലക്ച്വേഷൻസ് ബേസ്ഡ് ന്യൂസിൻ്റെ ബേസിൽ സ്റ്റോക്കിൽ എൻട്രി ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്റ്റോക്കിൽ നിന്നും നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാനാവാതെ ട്രാപ്പ് ആവുകയും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ സ്റ്റോക്കിൽ ഒന്ന് വോളറ്റിലിറ്റി വളരെ കൂടുതലാണ്, അതോടൊപ്പം തന്നെ സ്റ്റോക്കിൻ്റെ വോളിയം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്ക് ട്രേഡേഴ്സിന് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. പക്ഷേ ഈ സ്റ്റോക്കിൽ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നവരും അതോടൊപ്പം തന്നെ സ്വിംഗ് ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും വളരെ ശ്രദ്ധിച്ച് സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റലും അതോടൊപ്പം തന്നെ ബിസിനസ് മോഡലും കൂടാതെ കറണ്ട് സീനറിയോയും അനാലിസിസ് ചെയ്തതിന് ശേഷം മാത്രമേ സ്റ്റോക്കിൽ എൻട്രി ചെയ്യാവൂ എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. സിംഗപ്പൂർ ബേസുള്ള ഇൻ്റർനാഷണൽ കോർട്ടിൻ്റെ വെർഡിക്റ്റ് വോഡാഫോൺ ഐഡിയയെയും അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റിനെയും എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കേസിൻ്റെ ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. ഈ കേസിൻ്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് ഇന്ത്യയിൽ വോഡാഫോൺ എന്ന കമ്പനി ഹച്ച് എന്ന കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്ന സമയം മുതലാണ്. അതായത് 2007 മുതൽ 2009 വരെയുള്ള കാലയളവിൽ. അതായത് വോഡാഫോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്നത് ഒരു ഡച്ച് അല്ലെങ്കിൽ നെതർലാൻഡ് ബേസ്ഡ് ഗ്ലോബൽ ഫേമസ് ആയ ഒരു ടെലികോം കമ്പനിയാണ്. ആ കമ്പനിക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ എൻട്രി ചെയ്യണമായിരുന്നു. അതിനുവേണ്ടി അവർ ഹച്ച് എന്ന ഇൻ്റർനാഷണൽ കമ്പനിയുടേത്, അതായത് ഫുൾ നെയിം ഹച്ചിസൺ ടെലികോം ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന് പറയുന്ന ഹോങ്കോങ് ബേസായ കമ്പനിയാണ്. അതിൻ്റെ ഒരു ഇന്ത്യൻ യൂണിറ്റ് ആയിരുന്നു ഹച്ചിസൺ ഇസാർ ലിമിറ്റഡ്. ഹച്ചിസൺ ഇസാർ ലിമിറ്റഡിനെ പർച്ചേസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എൻട്രിയാണ് വോഡാഫോൺ ചെയ്തത്. ഇനി എന്തുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൽ എൻട്രി ചെയ്തെന്ന് നോക്കിയാൽ 2007 മുതൽ 2009 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്ടർ ഇന്ത്യൻ ടെലികോം സെക്ടർ ആയിരുന്നു. കാരണം ഇന്ത്യൻ ടെലികോം സെക്ടറിൽ ഒരു ബൂമായിരുന്നു ആ സമയത്ത് നടന്നത്. നമ്മൾക്കറിയാം ഒരുപാട് കമ്പനികൾ അന്ന് ഇന്ത്യൻ ടെലികോം സെക്ടറിൽ ഉണ്ടായിരുന്നു. എയർസെൽ, വോഡാഫോൺ, ഹച്ച്, ഒരുപാട് ഐഡിയ, സ്പൈസ്, അങ്ങനെ ഒരുപാട് കമ്പനികൾ. നടന്ന ഒരു ഡീലിനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പുറത്തുള്ള ഒരു നെതർലാൻഡ് ബേസ്ഡ് കമ്പനിക്ക് ഇന്ത്യൻ കമ്പനിയെ അക്വയർ ചെയ്യണമെങ്കിൽ അവർ ഇന്ത്യൻ ഗവൺമെൻറ്റിന് 2 തരത്തിലുള്ള ടാക്സ് കൊടുക്കണമായിരുന്നു. ഒന്ന് CGT അഥവാ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. ഇത് വോഡാഫോൺ അല്ലെങ്കിൽ ഇത് സെല്ലർ പാർട്ടിൽ നിന്നും കൊടുക്കുന്ന ടാക്സ് ആണ്. അതായത് ഹച്ചിസൺ എന്ന കമ്പനി ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ടാക്സ് ആണ് CGT. ഇനി രണ്ടാമത്തെ ടാക്സ് ആണ് TDS അഥവാ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. ഇത് ബയ്യറായ വോഡാഫോൺ ഇന്ത്യ ഗവൺമെൻറ്റിന് കൊടുക്കേണ്ട ടാക്സ് ആയിരുന്നു. ഈ 2 ടാക്സുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ഈ 2 കമ്പനികളും ചെയ്തത് വേറൊരു രാജ്യമായ കൈമൻ ഐലൻഡ് എന്ന കരീബിയൻ ഐലൻഡിലെ ഈ ഐലൻഡ് വളരെ ഫേമസ് ആയ ഒരു ടാക്സ് ഹെവൻ കൺട്രിയാണ്. അവിടെയാണ് ഇവർ ഈ 2 കമ്പനികളുടെയും ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ബൈ സെൽ ട്രാൻസാക്ഷൻ നടത്തിയത്. ഇനി ബൈ സെൽ ട്രാൻസാക്ഷൻ എങ്ങനെ നടത്തിയെന്ന് നോക്കിയാൽ അതിലും ഒരു കഥയുണ്ട്. അതായത്
ഇൻ്റർനാഷണൽ ലെവലിൽ ടാക്സിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ കമ്പനികൾ, അതായത് പല പ്രധാനപ്പെട്ട മൾട്ടിനാഷണൽ കമ്പനികളും ഏതെങ്കിലും ടാക്സ് ഹെവൻ കൺട്രികളിൽ അവരുടെ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് യൂണിറ്റ് തുടങ്ങും. അതുപോലെ ഹച്ചിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഹച്ച് ടെലികോം ഇൻ്റർനാഷണൽ ലിമിറ്റഡ് എന്ന ഹച്ചിൻ്റെ പേരൻറ്റ് കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് യൂണിറ്റ് ഉണ്ടായിരുന്നു. അത് കെയ്മാൻ ഐലൻഡിലെ CGP ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് എന്ന യൂണിറ്റ് ആയിരുന്നു. ഇനി CGP ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിങ്ങിൻ്റെ കയ്യിലായിരുന്നു ഹച്ചിൻ്റെ ഇന്ത്യൻ വിങ്ങായ ഹച്ചിസാർ ലിമിറ്റഡിൻ്റെ 67% ഷെയർ. അതായത് ഇന്ത്യയിലെ ഹച്ചിൻ്റെ 67% ഷെയർ CGP ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിംഗ് എന്ന പേരുള്ള കൈമാൻ ഐലൻഡിലെ കമ്പനിയിലായിരുന്നു. ഇനി വോഡാഫോൺ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ, വോഡാഫോൺ ഡയറക്റ്റായിട്ട് ഹച്ചിനെ പർച്ചേസ് ചെയ്യുന്നതിന് പകരം CGP ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡിങ്ങിനെയാണ് പർച്ചേസ് ചെയ്തത്. അതായത് കംപ്ലീറ്റ് ഡീൽ ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ ഓവർസീസ് നടന്നു. ഒരു ഇന്ത്യൻ കമ്പനിയായ ഹച്ചിസൺ ഇസാർ ലിമിറ്റഡിനെ വോഡാഫോൺ ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ ഓവർസീസിൽ അക്വയർ ചെയ്തു. ഇതുവഴി വോഡാഫോൺ 2 തരത്തിലുള്ള ടാക്സിൽ നിന്നും, വോഡാഫോണും അതോടൊപ്പം തന്നെ ഹച്ചും 2 തരത്തിലുള്ള ടാക്സിൽ നിന്നും രക്ഷപ്പെട്ടു. ഈ ഡീലിനെ കുറിച്ച് ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അറിഞ്ഞതിന് ശേഷം 2008 ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വോഡാഫോണിനെതിരെ ബോംബെ ഹൈക്കോർട്ടിൽ ഒരു കേസ് ഫയൽ ചെയ്തു. ഈ കേസിൻ്റെ വെർഡിക്റ്റ് വന്നപ്പോൾ വോഡാഫോൺ ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് 25,000 മില്യൺ റുപ്പീസ് TDS ആയി പേ ചെയ്യണം എന്ന് ബോംബെ ഹൈക്കോർട്ടിൻ്റെ വെർഡിക്റ്റ് വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ വോഡാഫോൺ ഈ പൈസ പേ ചെയ്തു. അതിനുശേഷം വോഡാഫോൺ സുപ്രീം കോർട്ടിലേക്ക് മൂവായി. സുപ്രീം കോർട്ടിൽ ഈ വിധിക്കെതിരെ അപ്പീലിന് പോയി. 2012 ഈ കേസിൻ്റെ വിധി വന്നു. ഈ വിധി പ്രകാരം സുപ്രീം കോർട്ടിൻ്റെ റിപ്ലൈ ഇതായിരുന്നു: ഇന്ത്യൻ ഓവർസീസിൽ നടക്കുന്ന ഒരു ട്രാൻസാക്ഷന് ടാക്സ് കളക്ട് ചെയ്യാൻ ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അധികാരം ഇല്ല എന്നായിരുന്നു സുപ്രീം കോർട്ടിൻ്റെ വിധി. അതുകൂടാതെ വോഡാഫോണിൽ നിന്നും കളക്ട് ചെയ്ത TDSൻ്റെ 4% ഇൻട്രസ്റ്റോടുകൂടി തിരിച്ച് വോഡാഫോണിന് തന്നെ പേ ചെയ്യാൻ സുപ്രീം കോർട്ട് വെർഡിക്റ്റ് വന്നു. അതായത് ഇന്ത്യ ഗവൺമെൻറ്റിന് ഏകദേശം 12,000 കോടി രൂപ വോഡാഫോണിന് പേ ചെയ്യാൻ വെർഡിക്റ്റ് വന്നു. അതിനുശേഷം ഇന്ത്യ ഗവൺമെൻറ് വോഡാഫോണിനെതിരെ വീണ്ടും ഇൻ്റർനാഷണൽ ബോഡിയിൽ അപ്പീൽ പോയി. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ എക്സിസ്റ്റിംഗ് ടാക്സ് റിവിഷൻ ലോയും അമെൻഡ് ചെയ്തു. അതായത് പുതിയ ടാക്സ് റിവിഷൻ ലോ അനുസരിച്ച് ഇന്ത്യയിലെ ഓവർസീസിൽ നടക്കുന്ന ട്രാൻസാക്ഷന് കൂടി ഇന്ത്യ ഗവൺമെൻറ്റിന് കിട്ടാനുള്ള TDSും CGTയും കിട്ടണം എന്നാണ് പുതിയ ലോയിൽ പറയുന്നത്. ആ ലോയുടെ ബേസിലാണ് ഇപ്പോൾ ഗവൺമെൻറ് വോഡാഫോണിനെതിരെ പഴയ വോഡാഫോണിൻ്റെ TDS തിരിച്ച് കിട്ടണം എന്ന രീതിയിൽ ഇൻ്റർനാഷണൽ ബോഡിയിൽ കേസ് ഫയൽ ചെയ്തത്. 2012 വോഡാഫോണും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും തുടങ്ങിവെച്ച ഈ ഡിസ്പ്യൂട്ടിൻ്റെ വെർഡിക്റ്റ് ഇന്നലെ, അതായത് 25 സെപ്റ്റംബർ 2020 വന്നത്. ഈ വെർഡിക്റ്റ് നൽകിയത് പെർമനൻറ്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ എന്ന ഇൻ്റർനാഷണൽ ട്രിബ്യൂണലാണ്. ഈ ട്രിബ്യൂണൽ, അതായത് ഇൻഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ അഫയേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ട്രിബ്യൂണലാണ് ഇത്. കൂടാതെ ഈ ട്രിബ്യൂണലിൻ്റെ വെർഡിക്റ്റിൽ പറയുന്നത് ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് വോഡാഫോണിനോട് ഒരു ഫെയർ ആൻഡ് ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റ് അല്ല നടത്തിയത് എന്നാണ് പറയുന്നത്. അതുകൂടാതെ ഇത് നെതർലാൻഡും ഇന്ത്യയും തമ്മിലുള്ള ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രീറ്റിയെ ബ്രീച്ച് ചെയ്യുന്ന രീതിയിലുള്ളത് എന്നാണ് ഈ ഇൻ്റർനാഷണൽ ട്രിബ്യൂണലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൂടാതെ കോമ്പൻസേഷനായിട്ട് ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് $4 മില്യൺ കൊടുക്കണമെന്നും ഇതിൻ്റെ ബാക്കി കോമ്പൻസേഷൻ ഡേറ്റാസ് എല്ലാം നെറ്റിൽ അവൈലബിൾ ആണ്. ഇനി ഈ ട്രിബ്യൂണലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറയുന്നത്, ഇനി ഫർദർ ഈ കേസ് ഇന്ത്യൻ ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ അത് ഇൻ്റർനാഷണൽ ലോ ഒബ്ലിഗേഷൻസിൻ്റെ വയലേഷനായിട്ടാണ് കണക്കാക്കുന്നത് എന്നും കൂടി വെർഡിക്റ്റിൽ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ കോർട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസ് എന്തെന്ന് ചോദിച്ചാൽ, they tell that they take a decision on further course of action after legal and other consultations. അതായത് ബാക്കിയുള്ള ലീഗൽ കൺസൾട്ടേഷന് ശേഷം മാത്രമേ ഗവൺമെൻറ് ഇതിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നതിനെക്കുറിച്ച് പറയൂ എന്നാണ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള ആക്ഷൻ. ഇനി സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് വരാം. വൺ ഡേ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ പോസ്റ്റ് ലോക്ക്ഡൗൺ പീരീഡിന് ശേഷം, അതായത്
ജൂലൈ മാസം മുതൽ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് അതിൻ്റെ 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാവുന്നത്. അതായത് 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 8.81 നിന്നും സ്റ്റോക്ക് പല പ്രാവശ്യം സപ്പോർട്ട് എടുക്കുകയും ഈവൻ 12 രൂപ വരെയുള്ള റേഞ്ച് അപ്പർ റേഞ്ചിൽ എത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ 12 രൂപ റേഞ്ചിലെത്തിയത് നമ്മൾക്കറിയാം AGR ഡ്യൂസ് റിലേറ്റഡ് ഒരു പോസിറ്റീവ് ന്യൂസ് സ്റ്റോക്കിൽ എത്തിയതായിരുന്നു. അതായത് ടോട്ടൽ AGR ഡ്യൂവിൻ്റെ 10% മാത്രം ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ പേ ചെയ്താൽ മതി എന്നൊരു വെർഡിക്റ്റ് വന്നതിന് ശേഷം സ്റ്റോക്കിൽ നല്ലൊരു അപ്പർ മൊമെൻറ്റം നമ്മൾ കണ്ടതാണ്. ആ അപ്പർ മൊമെൻറ്റത്തിൽ ഒരുപാട് റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ സ്റ്റോക്കിൽ കണ്ടത്. ആ സമയത്ത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ആ സ്റ്റോക്കിൽ നിന്നും എക്സിറ്റ് ഔട്ട് ആവാനും പറ്റിയില്ല. അവരെല്ലാം ആ സ്റ്റോക്കിൽ സ്ട്രക്കായി നിൽക്കുകയാണ്. അതായത് സ്റ്റോക്കിൻ്റെ കറണ്ട് ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ 8 രൂപ മുതൽ 9 രൂപ വരെയുള്ള, അതായത് സ്റ്റോക്കിൻ്റെ 200-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിനും 50-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിനും 8 രൂപ മുതൽ 9 രൂപ 56 പൈസ വരെയുള്ള റേഞ്ചിൽ എൻട്രി ചെയ്ത് ഏകദേശം 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിന് മുകളിൽ, അതായത് 12 രൂപ വരെയുള്ള റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാവുന്ന ഒരു റിസ്ക് ട്രേഡ് പാറ്റേൺ ആണ് ഇവിടെ കാണുന്നത്. ഇതൊരു റെക്കമെൻഡേഷൻ അല്ല, ഇതൊരു റിസ്ക് ട്രേഡ് പാറ്റേൺ ഞാൻ ചാർട്ട് അനാലിസിസിൽ നിന്നും മനസ്സിലാക്കുന്നതാണ്. കാരണം ഈ സ്റ്റോക്ക് ട്രൂലി ന്യൂസ് ബേസ് വോളറ്റൈൽ സ്റ്റോക്കാണ്. ഒരു നല്ല ന്യൂസ് വന്നാൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു മൊമെൻറ്റം കാണാം. 2 ദിവസം മുൻപേ ഈ സ്റ്റോക്കിൽ ഒരു ബാഡ് ന്യൂസ് വന്നായിരുന്നു. അതായത് എയർടെലിൻ്റെ സ്റ്റോക്കിനെ കുറിച്ച്, എയർടെലിൽ എന്ത് ശതമാനം എയർടെൽ എന്തുകൊണ്ട് ഫോൾ ആകുന്നു എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആൾറെഡി ഐഡിയ വോഡാഫോണിനെയും ആ വീഡിയോയിൽ കവർ ചെയ്തതാണ്. അതായത് റിലയൻസിൽ, ഇതിൻ്റെ മെയിൻ കോമ്പറ്റേറ്ററായ റിലയൻസ് ജിയോയിൽ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നാൽ ഈ സ്റ്റോക്കുകളെല്ലാം അതിലൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് ഈ സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും കാണാവുന്നതാണ്. അതായത് ഇത് ഈ സ്റ്റോക്കിൻ്റെ ഒരു റിസ്കി നേച്ചറായിട്ട് തന്നെ നമ്മൾക്ക് കണക്കാക്കാം. ഇനി ഇപ്പോൾ ഇൻ്റർനാഷണൽ കോർട്ടിൽ നിന്നും വന്ന വെർഡിക്റ്റിൻ്റെ ഇമ്പാക്റ്റ് ഈ സ്റ്റോക്കിൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് 30 സെപ്റ്റംബർ 2020 വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം 30 സെപ്റ്റംബർ 2020 നമ്മൾക്ക് ഐഡിയ വോഡാഫോണിൻ്റെ AGM ഡേറ്റ് ആണ്. ഈ AGM ഡേറ്റിൽ ഇപ്പോൾ വോഡാഫോൺ എന്ന പേരൻ്റ് കമ്പനിക്ക് കിട്ടിയ 20,000 കോടി രൂപ അവർ ഈ ഇന്ത്യൻ വെർഷനായ വോഡാഫോൺ ഐഡിയയിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ ബാക്കിയുള്ള AGR ഡ്യൂസോ അല്ലെങ്കിൽ കമ്പനിയുടെ ബിസിനസ് മോഡൽ എക്സ്പാൻഷനോ ഇൻവെസ്റ്റ് ചെയ്യുമോ എന്ന ഡിസിഷനെ സംബന്ധിച്ചിരിക്കും ഈ കമ്പനിയിലുള്ള ബാക്കി ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെയുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസും, കൂടാതെ സ്റ്റോക്കിൻ്റെ ബിഹേവിയറും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.